എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ യേശുവേ യേശുവേ എൻ പ്രാണനാഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ആഗമനങ്ങളെ സ്ഥിരമാക്കി നമ്മുടെ കാലുകൾ ഇടറാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 6-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതെ, ഞരങ്ങിക്കൊണ്ട് രാത്രി മുഴുവനും കിടക്കയെ നനച്ച് ഭാരങ്ങളേറി ഭ്രമിച്ചുപോയ ഒരു ഭക്തന്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കരച്ചിലിന്റെ ശബ്ദം നമ്മുടെ ദൈവം കേൾക്കുന്ന ദൈവമാണ്. ദൈവം വേഗത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് കരച്ചിലിന്റെ ശബ്ദം, വിലാപത്തിന്റെ ശബ്ദം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മാതാവ് തൻ്റെ ഓമന കുഞ്ഞിൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ, ഏത് തിരക്കിനിടയിലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് പോലെ, കരച്ചിലിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അതിനെ താങ്ങിയെടുത്ത് എന്തിനായി കുഞ്ഞ് കരഞ്ഞുവോ ആ കുഞ്ഞിനാവശ്യമുള്ള പരിപാലനങ്ങളെ കൊടുത്ത് അതിനെ പരിപാലിക്കുന്നത് പോലെ സ്നേഹവാനായ ദൈവം നമ്മെ താങ്ങിയെടുത്ത് എന്തിനായി കരഞ്ഞുവോ, എന്തിനായി നിലവിളിച്ചുവോ അതിൻ്റെ പരിഹാരത്തെ തരാൻ ദൈവം വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഒരു വല്ലാത്ത അനുഭവങ്ങളിലൂടെ ആരുടെയും സഹായമില്ലാതെ ഒരു അമ്മയും മകനും ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു വലയുന്ന സമയത്ത് തുരുത്തിലെ വെള്ളം തീർന്നുപോയി, മരണം മാത്രം മുൻപിൽ. എന്നാൽ അവിടെ ഒരു നിലവിളി ഉയരുകയാണ്. കുട്ടിയുടെ മരണം എനിക്ക് കാണുവാൻ കഴിയയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് കരയുമ്പോൾ, കുട്ടിയും നിലവിളിക്കുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേട്ടു എന്നുള്ളതാണ്. കേട്ട ദൈവം എന്താവശ്യത്തിനു വേണ്ടി നിലവിളിച്ചുവോ അവിടെ നിലവിളി ദാഹജലത്തിനു വേണ്ടിയാണ്. ദാഹജലം ലഭിക്കുന്നില്ല എങ്കിൽ ആ മരുഭൂമിയിൽ മരണം നിശ്ചയമാണ്. എന്നാൽ ദൈവം ആ നിലവിളിച്ച കരഞ്ഞ മാതാവിന്റെ കണ്ണിനെ ദൈവം തുറന്ന ഒരു ഉറവ കാണുവാൻ ദൈവം വഴിയൊരുക്കി എന്നുള്ളതാണ്. ദൈവം തുറന്ന ഉറവിയിലെ വെള്ളം കുടിച്ച് ആ മകൻ രക്ഷ പ്രാപിച്ചു, അല്ലെങ്കിൽ അമ്മയും മകനും രക്ഷ പ്രാപിച്ചു. ഒരു ദിവസമല്ല, ദൈവം തുറന്ന ഉറവ ഒരു ദിവസത്തേക്കുള്ളല്ല, എന്നുവന്നേക്ക് നിലനിൽക്കുന്ന ഒരു ഉറവയെ ദൈവം മരുഭൂമിയിൽ തുറന്നു. അതെ, ദൈവം കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ അവൻ മാറിപ്പോകുന്ന ദൈവമല്ല. കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടാൽ ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ വിടുതലുകൾ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആരാണ് കരയുന്നത്? വേദന അനുഭവിക്കുന്നവർ. വേദനകൾ പലവിധമാകാം. രോഗത്തിന്റെ വേദനകൾ, നഷ്ടത്തിന്റെ വേദനകൾ, ബുദ്ധിമുട്ടുകളുടെ വേദനകൾ, എല്ലാവരാലും തള്ളപ്പെട്ട വേദനകൾ, വാർദ്ധക്യത്തിന്റെ വേദനകൾ, പല നിലകളിലുള്ള വേദനകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ഇതെല്ലാം ധാരാളം കരച്ചിൽ വരുത്തുന്ന മേഖലകളാണ്. ഇതിന് പരിഹാരം എവിടെയാണ്? ഈ കരച്ചിനെല്ലാം മറുപടി തരുവാൻ ലോകത്തിന് കഴിയുമോ?
മനുഷ്യ സഹായങ്ങൾക്ക് കഴിയുമോ? മനുഷ്യ ഹസ്തങ്ങൾക്ക് കഴിയുമോ? ഇല്ല എന്നുള്ളതാണ്. താൽക്കാലികമായ ഏതെങ്കിലും പരിഹാരങ്ങൾ തരുമെന്നല്ലാതെ കരച്ചിലിന് പൂർണ്ണമായ ഒരു മറുപടി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ നിന്റെ ദുഃഖങ്ങൾ എന്താണ്? നിന്റെ കരച്ചിൽ എന്താണ്? നിന്റെ പ്രയാസങ്ങൾ എന്താണ്? പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതെ, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര്? കാക്കക്കുഞ്ഞുങ്ങൾ. ആരും നോക്കാത്തത്, എല്ലാവരും വെറുക്കുന്നത്, വെറുപ്പിന്റെ പദങ്ങൾ. പക്ഷേ ആ കാക്കക്കുഞ്ഞു പോലും ഇരകിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനാഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ നിനക്ക് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. യെശയ്യാ 39-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു രാജാവിന്റെ കരച്ചിൽ. നീ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, നിന്റെ ഗ്രഹകാര്യം ഗ്രഹത്തിലാക്ക എന്ന് പറയുമ്പോൾ, ആ രാജാവിന്റെ ജീവിതത്തെ ദുഃഖങ്ങൾ പേറി. കൊട്ടാര വൈദ്യന്മാർക്ക് അവന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ ചുവരോട് ചേർന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥനയുടെ മറുപടി? മരിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അതേ നാവിലൂടെ കരച്ചിന്റെ ശബ്ദം കേട്ട് ദൈവം പറയുന്നു, നിന്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടിത്തന്നിരിക്കുന്നുവെന്ന്. എത്രയോ സന്തോഷകരമായ അനുഭവങ്ങൾ. അതേ, കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ തേമായി എന്ന് പറയുന്ന ഒരു കുരുടനായ ഒരു മനുഷ്യൻ യേശു പോകുന്നത് അവൻ കേട്ട്, ദാവീദ് പുത്ര എന്നോട് മനസ്സരിയണമേ എന്നവൻ നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പറഞ്ഞപ്പോൾ അവൻ അധികം നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ. അവന്റെ ആവശ്യം അവന്റെ കണ്ണുകൾ തുറന്നു കിട്ടണമെന്നുള്ളതാണ്. ആ കരച്ചിന് മുമ്പിൽ യേശു അവിടെ നിന്നു. അവൻ എന്തിനു വേണ്ടി കരഞ്ഞുവോ അതിന്റെ പരിഹാരം ദൈവം പരിഹരിച്ചു കൊടുത്തു. അതിന്റെ പരിഹാരം ദൈവം നിവർത്തിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമുണ്ട് കേട്ടോ. അവന്റെ പക്കൽ പരിഹാരമുണ്ട്. അവൻ വഴികളെ തുറന്നു തരും. അവൻ നിന്നെ സൗഖ്യമാക്കും. നിന്റെ ആയുസ്സിനോട് പോരാടുന്ന ശക്തി നടുവിൽ ആയുസ്സിനെ അവൻ നീട്ടിത്തരുവാൻ കഴിവുള്ള ദൈവമാണ്. വഴികളെ തുറക്കുവാൻ ബർത്തിമായുടെ കണ്ണിനെ തുറന്നു കൊടുത്ത യേശു നിനക്ക് വേണ്ടി ഒരു പക്ഷേ നിന്റെ കണ്ണിന് കാഴ്ചയില്ലായിരിക്കാം ഒരു പുത്തൻ വഴി, ഒരു പുതിയ അനുഭവത്തെ ഒരുക്കി നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം കഴിവുള്ള ദൈവമാണ്. അവൻ നിന്റെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. അവർ ഈ ദിവസം അവിടെ നിലവിളിയെ, അവിടെ കരച്ചിനെ അറിഞ്ഞ് പരിഹാരം കൊടുക്കണമേ. നിന്റെ കൃപ അവിടെ മേൽ പകരണമേ. നീ അവരെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. പാപശാപം നീക്കുവാൻ പുത്രനെ തന്നു നീ. പാപശാപം നീക്കുവാൻ പുത്രനെ തന്നു നീ. ക്രൂശിതൻ താലൻ രക്ഷയും തന്നു നീ. ക്രൂശിതൻ താലൻ രക്ഷയും തന്നു നീ. ഞാൻ പാടുമേ, ഞാൻ പാടുമേ, ഞാൻ പാടുമേ ആ സ്നേഹത്തെ. ഞാൻ പാടുമേ, ഞാൻ പാടുമേ, ഞാൻ
ഭാഗത്ത്